കനകോലുവിന്റെ പുതിയ സർവേ ഫലം പുറത്ത്. UDFന് 10 സീറ്റുകൾ നഷ്ടപ്പെടും. നഷ്ടം പരിഹരിക്കാൻ നിർണായക നീക്കങ്ങളുമായി ഹൈക്കമാൻഡ്. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെയും തീരുമാനിക്കുക കോൺഗ്രസ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സാഹചര്യത്തിൽ UDFന്റെ കയ്യിലുള്ള 10 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന പഠന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ UDFന് ഒരിക്കലും ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനകോലുവിന്റെ വിലയിരുത്തൽ. UDF തോൽവി ഉറപ്പാക്കിയ 10 മണ്ഡലങ്ങൾ ഇവയാണ്. ഒന്നാമത് പെരുമ്പാവൂർ. വിവാദമായ സ്ത്രീ വിഷയത്തിൽപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയാണ് നിലവിൽ അവിടുത്തെ MLA. വിവാദങ്ങൾ മാത്രമല്ല, ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്ന പരാതികളാണ് മണ്ഡലത്തിലെമ്പാടും നിന്നുയരുന്നത്. 10,000 വോട്ടിനെങ്കിലും ഇവിടെ കോൺഗ്രസ് തോൽക്കുമെന്നാണ് വിലയിരുത്തൽ. രണ്ടാമത്തെ മണ്ഡലം കടുത്തുരുത്തിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫാണ് ഇവിടുത്തെ MLA. 20 വർഷം തുടർച്ചയായി MLA ആയിട്ടും പറയത്തക്ക ഒരു വികസനവും ഇല്ലാത്ത ഏക മണ്ഡലമാണ് കടുത്തുരുത്തി. സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും ബ്ലോക്ക് മെമ്പർമാരുടെയും ശ്രമഫലമായി MP ഫണ്ട് കൊണ്ട് നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ തന്റേതാണെന്ന് അവകാശപ്പെട്ട് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന പരിപാടികൾ മാത്രമേ MLAക്കുള്ളൂ. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥാപിതമായ സയൻസ് സിറ്റി മുതൽ മരങ്ങാട്ടുപള്ളി, കടപ്ലാമറ്റം സർക്കാർ ഹോസ്പിറ്റലുകൾക്ക് ജോസ് കെ മാണി MPയുടെ ഇടപെടലോടെ ലഭിച്ച 5 കോടി രൂപയുടെ വികസന പദ്ധതികളും തന്റേതാണെന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിക്കാൻ MLA ഒരു പിശുക്കും കാണിച്ചില്ല. MLAയുടെ ഇങ്ങനെയുള്ള തറ പരിപാടികളിൽ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വവും അതൃപ്തിയിലാണ്. UDFലെ തമ്മിലടി കൂടിയാകുമ്പോൾ കടുത്തുരുത്തി LDFൽ നിന്ന് ആര് മത്സരിച്ചാലും UDFന് നഷ്ടമാകുന്ന അവസ്ഥയാണ്. മൂന്നാമത്തെ മണ്ഡലം തൊടുപുഴയാണ്. PJ ജോസഫ് ആരോഗ്യ കാരണങ്ങളാൽ മത്സരിക്കാൻ സാധ്യതയില്ല. പകരം മകൻ അപ്പു ജോൺ ജോസഫ് ആയിരിക്കും മത്സരിക്കുക. യാതൊരു മുൻ പരിചയവുമില്ലാത്ത പാർട്ടിയിൽ ജൂനിയറായി അപ്പുവിന് സീറ്റ് കൊടുക്കുന്നതിനോട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് യോജിപ്പില്ല. ഈ അവസരത്തിൽ അപ്പു മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നാലാമത്തെ മണ്ഡലം കോട്ടയമാണ്. ഇവിടെ വീണ്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും മത്സരിക്കുക. LDFൽ നിന്നും സുരേഷ് കുറുപ്പ് മത്സരിച്ചാൽ അട്ടിമറിയാകും കോട്ടയത്ത് സംഭവിക്കുക. അഞ്ചാമത്തെ സീറ്റ് അങ്കമാലിയാണ്. റോജി M ജോൺ ആണ് നിലവിൽ ഇവിടുത്തെ MLA എന്ന നിലയിൽ കടുത്ത പരാജയമായ റോജി വീണ്ടും മത്സരിച്ചാൽ തോൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആറാമത്തെ മണ്ഡലം പാലായാണ്. നിലവിൽ മാണി C കാപ്പനാണ് MLA. 2019-21 തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച കാപ്പൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ്. അതുകൂടാതെ അഴിമതി കേസുകളിലും ചെക്ക് തട്ടിപ്പ് കേസുകളിലും പ്രതിയുമാണ്. കാപ്പൻ വീണ്ടും മത്സരിച്ചാൽ തോൽവി ഉറപ്പാണ്. കോൺഗ്രസ് ഈ സീറ്റ് പിടിച്ചെടുക്കുമെന്നും സൂചനകളുണ്ട്. അങ്ങനെ വന്നാൽ ജോസഫ് വാഴക്കിനാകും UDF സ്ഥാനാർത്ഥി. ഏഴാമതായി മൂവാറ്റുപുഴയാണ്. മാത്യു കുഴൽനാടനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. വികസനം ചർച്ചയാകുമ്പോൾ തന്നെ കുഴൽനാടന്റെ തോൽവി ഉറപ്പിക്കും. മാത്രമല്ല, സ്ഥിരമായി ഒരു മുന്നണി തന്നെ അവിടെ ജയിക്കാറില്ല. എട്ടാമതായി കൽപ്പറ്റ. അവിടുത്തെ നിലവിലുള്ള MLA T സിദ്ദിഖാണ്. പ്രളയ സമയത്തും ഉരുൾപൊട്ടൽ സമയത്തും MLA ഉണർന്നു പ്രവർത്തിച്ചില്ല എന്ന ആരോപണം സിദ്ദിഖിന് തിരിച്ചടിയാകും. LDFൽ നിന്നും CPM ആകും മത്സരിക്കുക. ഒൻപതാമത്തെ തോൽക്കുന്ന കോൺഗ്രസ് MLA PC വിഷ്ണുനാഥാണ്. മേഴ്സിക്കുട്ടി തന്നെ LDFൽ നിന്നും വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. മണ്ഡലത്തിൽ സജീവമല്ലാത്ത വിഷ്ണുനാഥ് പരാജയപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പത്താമത്തെ മണ്ഡലം പാലക്കാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടുത്തെ MLA. ലൈംഗികാരോപണ കേസിൽപ്പെട്ട ഇമേജ് നഷ്ടപ്പെട്ട രാഹുൽ പരാജയപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷാഫിയുടെ വിശ്വസ്തനായ രാഹുലിന് സീറ്റ് നൽകിയാൽ ആ സീറ്റും UDFന് നഷ്ടപ്പെടും. കോൺഗ്രസ് ചില മണ്ഡലങ്ങളിൽ നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മാറ്റി പുതുമുഖങ്ങളെ മത്സരിപ്പിച്ചാൽ ഇതിൽ ഏതാനും സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.